children, next നമ്മൾ പഠിക്കുന്നത് exercise 13.2 8th question. 8th question എന്താണെന്ന് നോക്കാം. A spherical glass vessel has a cylindrical neck 8 cm long, 2 cm in diameter. അതായത് ആ ഗ്ലാസ് വെസൽ ഈ ഷേപ്പിലുള്ളതാണ്. അതിന്റെ നെക്ക് സിലിണ്ടറിന്റെ ഷേപ്പാണ്. അതിന്റെ ഡയമീറ്ററും തന്നിട്ടുണ്ട്, അതിന്റെ ഹൈറ്റും തന്നിട്ടുണ്ട്. ഹൈറ്റ് 8 സെന്റിമീറ്റർ ഹൈറ്റും ഡയമീറ്റർ 2 സെന്റിമീറ്റർ. ഇത് സിലിണ്ടറിന്റെ ഷേപ്പിലാണ് ഇതിന്റെ നെക്ക്. ഈ നെക്കിന്റെ ഡയമീറ്റർ ആണ് 2 സെന്റിമീറ്റർ. ഈ നെക്കിന്റെ തന്നെ ഹൈറ്റ് ആണ് 8 സെന്റിമീറ്റർ. അത് സിലിണ്ടറിന്റെ ഷേപ്പാണ് പറഞ്ഞിട്ടുണ്ട്. The diameter of spherical part is 8.5 cm. അത് കഴിഞ്ഞാൽ നെക്കിന്റെ അടിയിൽ സ്ഫിയറിന്റെ ഷേപ്പിലുള്ള ഒരു പാർട്ട്, അതാണ് ഈ ഗ്ലാസ് വെസലിന്റെ ടോട്ടൽ. അതിന്റെ നെക്കും അടിയിൽ സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു പാർട്ട് സ്ഫിയർ ആണ്. അപ്പൊ അതിന്റെ ഡയമീറ്റർ 8.5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ബൈ മെഷറിംഗ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇറ്റ് ഹോൾഡ്, ഇതിൽ എത്ര വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് വോളിയം ഓഫ് ദിസ് വെസൽ. A child find its volume to be 345 centimeter cube. ഒരു ചൈൽഡ് ഇതിന്റെ വോളിയം 345 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കണ്ടെത്തി. ചെക്ക് വെദർ ഷീ ഈസ് കറക്റ്റ്, അത് കറക്റ്റ് ആണോ എന്ന് നമ്മളോട് നോക്കാൻ പറഞ്ഞു. ടേക്കിംഗ് ദ എബവ് ആസ് ദ ഇൻസൈഡ് മെഷർമെന്റ്, അതായത് നമ്മൾ ഈ അളവുകളൊക്കെ തന്നിരിക്കുന്നത് ഇതിന്റെ ഇൻസൈഡിലുള്ള മെഷർമെന്റ്സ് ആണ്. അപ്പൊ അത് ഉപയോഗിച്ചാണ് നമ്മൾ ഇതിന്റെ വോളിയം കാണുന്നത്. ആൻഡ് പൈ ഈസ് ഈക്വൽ ടു 3.14. പൈയുടെ വാല്യൂ നമ്മൾ ഇതിൽ എടുക്കേണ്ടത് 3.14. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഗ്ലാസ് വെസൽ. അതിന്റെ നെക്ക് സിലിണ്ടറിന്റെ ഷേപ്പിലും അടിവശം സ്ഫിയറിന്റെ ഷേപ്പിലും. ഇതിന്റെ റേഡിയസ് അല്ല, ഡയമീറ്റർ ആണ് 2 സെന്റിമീറ്റർ. ഇതിന്റെ ഹൈറ്റ് 8 സെന്റിമീറ്റർ. ഇനി സ്ഫിയറിന്റെ വോളിയം കാണാൻ വേണ്ടിയിട്ട് റേഡിയസ് ആണ് വേണ്ടത് നമുക്ക്. അതിന്റെ ഡയമീറ്റർ 8.5 സെന്റിമീറ്റർ തന്നിട്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഷേപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സിലിണ്ടറും ഉണ്ട്, ഒരു സ്ഫിയറും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന് ഇതിന്റെ രണ്ടിന്റെയും വോളിയം കാണണം. അപ്പൊ ഇതിൽ എത്ര വെള്ളം നമുക്ക് ഇതിന്റെ ഇൻസൈഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇതിന്റെ എഴുതാം. 4 സിലിണ്ടറിക്കൽ പാർട്ട്. സിലിണ്ടറിക്കൽ പാർട്ടിലുള്ള ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഡി ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ, ഡി 2 സെന്റിമീറ്റർ. അപ്പൊ ആർ ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. അതായത് ഡയമീറ്റർ 2 സെന്റിമീറ്റർ ആണെങ്കിൽ ആറ് കാണാൻ വേണ്ടിയിട്ട് 2/2. 2/2 എന്ന് പറഞ്ഞാൽ 1. ഇനി അതിന്റെ ഹൈറ്റ് എച്ച്, ലോങ് അത്ര, ഈ നെക്കിന്റെ ലോങ് ലെങ്ത് ആണ് പറഞ്ഞത്. ലെങ്ത് എന്ന് പറയുന്നത് ആ സിലിണ്ടറിന്റെ ഹൈറ്റ് ആണ്. അത് 8 സെന്റിമീറ്റർ. 8 സെന്റിമീറ്റർ. അതാണ് സിലിണ്ടറിക്കൽ പാർട്ടിന്റെ അളവുകൾ. ഇനി ഈ സ്ഫിയറിന്റെ നോക്കാം. 4 സ്ഫെറിക്കൽ പാർട്ട്. സ്ഫെറിക്കൽ പാർട്ടിലുള്ള മെഷർമെന്റ്സ്. ഇതിന്റെ റേഡിയസ് സ്മോൾ ആർന്ന് എടുത്തുകൊണ്ട് വേറെ ഏതെങ്കിലും വാല്യൂ കൊടുക്കണം ഈ സ്ഫിയറിന്റെ റേഡിയസ്. അപ്പൊ നമുക്ക് അതില് ഇതിന്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ ക്യാപിറ്റൽ ഡി. ഇതിന്റെ നമ്മൾ സ്മോൾ ഡി എന്നാണ് ഡയമീറ്റർ കൊടുത്തത്. ഇതിനപ്പം ക്യാപിറ്റൽ ഡി. രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രം. രണ്ടും രണ്ടളവാണ്. ഈ ഡിയും അതായത് ഇവിടുത്തെ ഡയമീറ്റർ 2 ആണ്, ഇവിടുത്തെ ഡയമീറ്റർ 8.5 ആണ്. ഇത് രണ്ടും ഒരേ അളവല്ല. അപ്പോൾ നമുക്ക് ഡി ഏതാന്ന് പറയണമെങ്കിൽ സ്മോൾ ഡി എന്ന് ഈ 2നും കൊടുത്തു, ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞാൽ 8.5 കൊടുത്തു. അത് ഡിഫറെന്റ് അളവാണ്, അതുകൊണ്ട് അങ്ങനെ കൊടുത്തു എന്ന് മാത്രം. അപ്പൊ ഇവിടെ ഡി 2 ആയതുകൊണ്ട് റേഡിയസ് 1 ആണ്. അപ്പൊ ഇവിടുത്തെ റേഡിയസ് നമ്മൾ ക്യാപിറ്റൽ ആർന്ന് കൊടുക്കും. അപ്പൊ 8.5/2 അത് നമ്മൾ അങ്ങനെ തന്നെ ഇട്ടാൽ മതി. റേഡിയസ് 8.5/2. അങ്ങനെ കാൽക്കുലേഷനിൽ റേഡിയസ് ആ വാല്യൂ തന്നെ കൊടുത്താൽ മതി. അപ്പൊ രണ്ടിന്റെയും അളവുകൾ തന്നിരിക്കുന്നതൊക്കെ നമ്മൾ എഴുതി. ഇനി നമുക്ക് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പൊ സിലിണ്ടറിന്റെ വോളിയം പ്ലസ് സ്ഫിയറിന്റെ വോളിയം, അപ്പൊ ടോട്ടൽ വോളിയം കിട്ടും. അപ്പൊ നമുക്ക് ഈ വെസലിന്റെ വോളിയം കാണാൻ. വോളിയം ഓഫ് വെസൽ ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് സ്ഫിയർ. ഈ സിലിണ്ടറിന്റെ വോളിയം, അതായത് നെക്ക് സിലിണ്ടർ ആണ്, അടിവശം സ്ഫിയർ ആണ്. വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് സ്ഫിയർ ആണ് കണ്ടത്. അപ്പൊ വോളിയം ഓഫ് സിലിണ്ടറിന്റെ വോളിയം കാണാനുള്ള ഫോർമുല πr²h. അതിൽ നമ്മൾ സ്മോൾ ആർന്ന് സ്മോൾ എച്ച് എന്ന് എടുത്തിട്ടുള്ളത്. പ്ലസ് വോളിയം ഓഫ് സ്ഫിയറിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4/3 πr³ എന്നുള്ളത് നമ്മൾ ക്യാപിറ്റൽ ആർ എഴുതണം. കാരണം അതിന്റെ റേഡിയസ് നമ്മൾ ക്യാപിറ്റൽ ആണെന്നും ഇവിടുത്തെ റേഡിയസ് സ്മോൾ ആർന്ന്, സിലിണ്ടറിന്റെ സ്മോൾ ആർന്ന് എടുത്തുള്ള സിലിണ്ടറിന്റെ ഹൈറ്റ് സ്മോൾ എച്ച്. അപ്പൊ ഇതിന്റെ വോളിയം, സിലിണ്ടറിന്റെ വോളിയം ഇതാണ് ഫോർമുല, സ്ഫിയറിന്റെ വോളിയം ഇതാണ് ഫോർമുല.
അപ്പോൾ ഈ ഫോർമുലയിൽ ഏതെങ്കിലും കോമൺ ആയിട്ടുണ്ടെന്ന് നോക്കാം. ഇതിലാകെ നമുക്ക് ഏതാ കോമൺ ആയിട്ടുള്ളൂ? പൈ മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. ഈ 6 ഇതിൽ സ്മോൾ ആറാണ്, ഇത് ക്യാപിറ്റൽ ആറാണ്. അപ്പോൾ പൈ മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. അപ്പോൾ പൈ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. പിന്നെ r²h ഉണ്ട് പൈ എടുത്തു കഴിഞ്ഞാൽ, പ്ലസ് ഇവിടെ എന്തുണ്ട്? 4/3 r³ ഉണ്ട്. 4/3 r³ ഉണ്ട്. ഈ പൈ ഔട്ട് സൈഡ് എടുത്തു, ഇവിടുത്തെയും പൈ, രണ്ട് സ്ഥലത്തെയും പൈ നമ്മൾ ഔട്ട് സൈഡ് എടുത്തുകൊണ്ട് ബാക്കിയുള്ളത് ഇൻസൈഡ് എഴുതി. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈയുടെ വാല്യൂ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഇനി r², ആറിന്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 × 1, r² എന്ന് പറഞ്ഞാൽ 1 × 1 ഇൻറ്റു h എന്ന് പറഞ്ഞാൽ 8 ആണ്, പ്ലസ് 4/3 ഇൻറ്റു ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ 8.5/2 ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടില്ല, ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. 8.5/2. അപ്പോൾ r³ പകരം 8.5/2 ഇൻറ്റു 8.5/2 ഇൻറ്റു 8.5/2. r³ ആയതുകൊണ്ടാണ് 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇത് കട്ട് ചെയ്യാനൊന്നുമില്ല, ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. ഈ 2ഉം ഈ 4ഉം കട്ട് ചെയ്യാം. അപ്പം 2 ടൈംസ്, വീണ്ടും ഈ 2ഉം കട്ട് ചെയ്യാം. ഇനി വേറെ ഒന്നും ഇവിടെ കട്ട് ചെയ്യാനില്ല. അപ്പം നമുക്ക് എഴുതാം 3.14 ഇൻറ്റു 1 × 1 × 8 എന്ന് പറഞ്ഞാൽ 8 ആണ്, പ്ലസ് ഇവിടെ എന്താ ഉള്ളത്? 8.5 ഇൻറ്റു 8.5 ഇൻറ്റു 8.5 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2, 6. 3ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6. ഇത്രയാണ് ചെയ്യാറ്. ഇനി നമുക്ക് എന്താ ആൻസർ വരും? നെക്സ്റ്റ് നമുക്ക് 3.14 ഇൻറ്റു 8 പ്ലസ് 8.5 ഇൻറ്റു 8.5 ഇൻറ്റു 8.5 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 614.125 എന്ന് വരും, ഡിവൈഡഡ് ബൈ 6. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു 3.14 ഇൻറ്റു 8 പ്ലസ് 614.125നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് കിട്ടുന്നത് 102.354. ഇതാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.14 ഇൻറ്റു 8ഉം 102.354ഉം കൂടെ ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 110.354. 8ഉം ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ്, അത് ഇൻറ്റു ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടു. 3.14 ഇൻറ്റു 110.354 അത് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 346.51156 എന്നാണ് കിട്ടുക. ഇത്രയും സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളിത് അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 346.51 എഴുതിയാൽ മതി, ബാക്കിയുള്ളത് എഴുതണ്ട. അപ്പോൾ 346.51, ബാക്കിയുള്ളത് നമുക്ക് ഒഴിവാക്കാം. അപ്രോക്സിമേറ്റ് വാല്യൂ 2 ഡിജിറ്റ് മാത്രം എഴുതിയാൽ മതി, ബാക്കി ഡിജിറ്റ് നമുക്ക് കളയാം. അപ്പോൾ 346.51 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ് നമ്മൾ ചെയ്തപ്പോൾ വോളിയം ഓഫ് ദ വെസൽ കിട്ടിയത്. ആ വോളിയം വെസലിൻ്റെ കിട്ടിയത്. പക്ഷെ ആ കുട്ടി എത്രയെന്നാണ് പറഞ്ഞത്? 345 ആണെന്നാണ് പറഞ്ഞത്. നമുക്ക് കിട്ടിയത് 346.51 ആണ്. അപ്പോൾ ആ കുട്ടിയുടെ കാൽക്കുലേഷൻ കറക്റ്റ് അല്ലായിരുന്നു. 346.51 കിട്ടി, 345 അല്ല. അപ്പോൾ അതും കൂടെ എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സിൻസ് ആൻസർ ഈസ് എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 346.51 സെൻറ്റിമീറ്റർ ക്യൂബ്. ചെറിയ വ്യത്യാസമുണ്ട്. 346.51 സെൻറ്റിമീറ്റർ ക്യൂബാണ് നമ്മുടെ ആ ഗ്ലാസ് വെസലിൻ്റെ ടോട്ടൽ വോളിയം. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു.